പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ദിവസം മണർകാട് കാർണിവൽ നടന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അവിടെ പോവുകയും വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്തതാണ്. ഇപ്രാവശ്യം പുതുപ്പള്ളി പെരുന്നാളൊക്കെ വന്നുകൊണ്ട് തിരക്കായി പോയി. കഴിഞ്ഞ ദിവസം നമ്മുടെ പുതുപ്പള്ളി സ്വദേശി എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ സ്കൂളുണ്ട്. സ്കൂളിന് തൊട്ട് സമീപത്ത് താമസിക്കുന്ന ഒരു യുവതി, അവര് എല്ലാവരും കൂടെ കുടുംബമായിട്ട് കാർണിവലിൽ പോയി. അവിടുന്ന് ജയന്റ് വീലെ കയറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജയന്റ് വീൽ എന്ന് പറയുന്നത് ഈ കാർണിവലിന്റെ അകത്ത് അതുപോലെ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏറ്റവും ഉയരത്തിൽ ഇപ്പൊ തിരുനക്കരയിലൊക്കെ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യമാണ് തിരുനക്കര പോയപ്പോൾ ഇതിലൊന്ന് കയറിയപ്പോൾ തന്നെ അന്ന് ശരിക്കും പറഞ്ഞാല് അതിന്റെ കറക്കം തീരുന്നിടം വരെ ശരിക്കും പേടിച്ചു പോയി. കാരണം അതിന്റെ ആ ഒരു സുരക്ഷയില്ലായ്മ എന്ന് പറയുന്നത് നമ്മൾ ആ തൊട്ടിയെ കയറി ഇരിക്കുന്ന അല്ലാതെ അതിന്റെ ആ കൈവരിയാണ്, അത് പിടുത്തം മാത്രം, അല്ലാതെ വേറെ ഒരു ഭാഗത്തും പിടുത്തോ കാര്യങ്ങളോ ഒരു സീറ്റ് ബെൽറ്റോ അതങ്ങനെയുള്ള സംഭവങ്ങളോ അങ്ങനെയുള്ള സുരക്ഷ. പിന്നെ ഇത് കൂടുതലും നടത്തുന്നത് മുഴുവൻ അന്യ സംസ്ഥാനക്കാരാണ് ഇതിന്റെ പണികൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതേതോ ഒരു ആള് കോൺട്രാക്ട് എടുത്തിട്ട് അവർ ഇതുപോലെ തന്നെ പണിക്കാരെ കൊണ്ട് ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ പറ്റി ആരും ചിന്തിക്കാറില്ല. അപ്പൊ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഇതൊരു നല്ല അരങ്ങാണ്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുമരകം പോയപ്പോൾ അവിടെ ക്ഷേത്രത്തിന്റെ മൈതാനത്ത് ഇതുണ്ടായിരുന്നു. കുട്ടികളൊക്കെ കയറാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഞാനത് കേട്ടത്തില്ല. കാരണം എനിക്ക് ഇത് ഒരു പ്രാവശ്യം ഇത് അനുഭവം ഉള്ളതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ ഇപ്പൊ അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ വീഗാലാൻഡ് അതുപോലെ മറ്റുള്ള പാർക്കുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് റൈഡേ കയറാം. കാരണം അതുപോലെ സുരക്ഷയിലാണ് ആ റൈഡെല്ലാം അവർ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മണർകാട്ട് നടന്ന കാർണിവലില് ആ കുടുംബം അവര് ഇത് ജയന്റ് വീലെ കയറി. അതിന്റെ കയറിയ ശേഷം അതിന്റെ കറക്കം നിന്ന സമയത്ത് കുട്ടിയെ ഇറക്കി വഴിക്ക് അത് കഴിഞ്ഞിട്ട് ആ യുവതി ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേന്, കുട്ടിയുടെ മാതാവ് ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേനാണ് ഇത് വീണ്ടും കറങ്ങിയിട്ട് അതിന്റെ മുകളിൽ നിന്ന് അവർ താഴെ വീണെന്ന് പറഞ്ഞാല് നല്ല ആ മെഷീന്റെ ഇടവഴി ആ ഇരുമ്പിന്റെ കേട്ടറൊക്കെയാണ് മുഴുവൻ ഇത് വന്നിരിക്കുന്നത്. അതിലെല്ലാം അടിച്ചിട്ടുണ്ട് വീണ് അത് അന്ന് തന്നെ ഞാനത് വാർത്ത ചെയ്തതാണ്. പക്ഷെ ഈ ഞാൻ പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂടി വെക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമായിട്ട് വേണം പറയാൻ. കാരണം മലയാള മനോരമ പോലെയുള്ള ഒരു മാധ്യമം എവിടെയെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് വലിയ ഇതായിട്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന മാധ്യമം പോലും ഇങ്ങനെ ഒരു അപകടം കണ്ടതായിട്ടും കേട്ടതായിട്ടും ഭാവിച്ചില്ലെന്ന് പറയുമ്പോഴത്തേന് മനോരമയുടെ ഒക്കെ നിലവാരം എവിടെ പോയെന്നുള്ള ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരു പൊതുജനത്തിന് ഒരു പ്രശ്നം വരുമ്പോഴത്തേന് അതല്ലേ അവർ കാണിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വെട്ടത്തുവലയിൽ ഒരാള് കോട്ടയത്ത് നാമ്പട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാമ്പട ഫുഡ് ഷെഡിന്റെ അവിടെ ഓടയ്ക്കകത്ത് വീണ്. ഞാനത് അന്നേരം തന്നെ പിറ്റേ ദിവസം അവിടെ ഇത് അറിഞ്ഞപ്പം തന്നെ അവിടെ ചെന്ന് വാർത്ത കൊടുത്തു. മനോരമ വാർത്ത കൊടുത്തെന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ ഓടയ്ക്കകത്ത് പോയി ആശുപത്രി കൊണ്ടാക്കി. അന്ന് അദ്ദേഹത്തിന്റെ ബാക്കി വിവരങ്ങളോ കാര്യങ്ങളോ ഇതിനെപ്പറ്റി ഒരു വാർത്ത പോലും കൊടുക്കാൻ ഇവർ തയ്യാറാകത്തില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ, നമുക്കിത് കാര്യത്തിലേക്ക് കിടക്കാം. ഈ യുവതി അത് കഴിഞ്ഞ് അന്നേരം തന്നെ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേന് 2 ഒടിവുണ്ടെന്നാണ്, കൈക്കും കാലിനും 2 ഒടിവുണ്ടെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കി അവരുടെ വീടിന്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് താമസിക്കുന്നുണ്ട്. ഞാൻ അവരെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കും അവർക്ക് എങ്ങനെയുണ്ടെന്നുള്ള ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴത്തേന് എന്നോട് പറഞ്ഞ് ഇത് തോട്ടക്കാട്ട് ആശുപത്രിയിലെ ഒരു നേഴ്സാണ് ആ യുവതി, വെന്റിലേറ്ററിലാന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഒരു അപകടം ഉണ്ടായി, കൈക്കും കാലിനും ഒടിവുണ്ട്, അവര് അത് മാറിക്കോളും എന്ന് പറഞ്ഞ ബാക്കിയുള്ള അവിടുത്തെ ഈ ജയിന്റ് വീല് നടത്തിപ്പുകാരും കാര്യങ്ങളെല്ലാം അവർ ഹോസ്പിറ്റലുണ്ട്, അവരെല്ലാം അതിന്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ ആരുടെയും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു കോൺട്രാക്ട് കൊടുത്ത് ഈ പള്ളിപ്പെരുന്നാളിനാണെങ്കിലും ഉത്സവ പറമ്പുകളാണെങ്കിലും ഒരു വരം കൊണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ആരും ഇതിന്റെ ബാക്കിയുള്ള സുരക്ഷയെ പറ്റി ആരും ചിന്തിക്കാറില്ല. ഇതുമൂലം ഇപ്പൊ അവരുണ്ടായിരിക്കുന്ന ഒരു കുടുംബത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം ഞാനത് അന്നേരം തന്നെ ഈ വിളിച്ചു ചോദിച്ചപ്പോഴത്തേന് വെന്റിലേറ്റർ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്നേരം എന്റെ സുഹൃത്ത് പുതുപ്പള്ളി നടത്തുന്നുണ്ട്, പുള്ളിയുടെ വൈഫ് നേഴ്സാണ്. അപ്പൊ അവരെ അന്നേരം തന്നെ വിളിച്ചു ചോദിച്ചത്. അന്നേരം അവരൊക്കെ ആയിട്ട് പരിചയത്തിലുള്ള അതുകൊണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സംഭവം ശരിയാണ്, വെന്റിലേറ്റർ ആണ്, കാരിത്താസ് ഹോസ്പിറ്റലിൽ ന്യൂറോ ICUവിലാണ്. അപ്പം ആ ഡാമേജ് എന്ന് പറഞ്ഞാൽ ദേഹത്ത് മുഴുവൻ ഡാമേജ്. കാരണം അതുപോലെ ഒരു ഗുരുതരാവസ്ഥയിലാണ്. തലയിൽ തന്നെയാണ് 4 ക്ലോട്ടിങ് ഉണ്ട്. പക്ഷെ ആ ക്ലോട്ടിങ് മരുന്ന് കൊണ്ട് റിക്കവറി ആവുമെന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ എൻ്റെ കൈയും കാലും ഒക്കെ ചെറുതായിട്ട് അനക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും ഇന്നലെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞു, AB പോസിറ്റീവ്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, ഒന്ന് സഹായിക്കുക. കാരണം AB പോസിറ്റീവ് 2-3 പേരുടെ വേണം. ഞാൻ ഈ നമ്പർ കൊടുത്തേക്കാം. അപ്പം അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പം ആ യുവതി കിടക്കുന്നത്. അപ്പൊ ഇതിന് ഇപ്പം മണർകാട് പരിസരത്ത് ജയന്റ് വീല് ഞാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സിറ്റുവേഷനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് കാണിക്കുന്നത്. ഇപ്പൊ ജയന്റ് വീലും അതിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ജയന്റ് വീൽ അഴിച്ചിട്ടില്ല. ഇതിപ്പം കേസാന്ന് തോന്നുന്നു. അന്നേരം ഞാൻ ആ വീഡിയോ എടുത്ത് എന്റെ സുഹൃത്ത് അവിടുന്ന് ഞാൻ പറഞ്ഞു എടുത്തു തരാൻ പറഞ്ഞപ്പോഴത്തേന് അവരവിടെ ചോദിച്ചപ്പം പറഞ്ഞു ഇതിന് കേസ് കഴിഞ്ഞതിന് ശേഷം ഇത് അഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു.
അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇപ്പം ഈ ക്ഷേത്ര ഭാരവാഹികളാണേലും പള്ളി ഭാരവാഹികളാണേലും മറ്റുള്ളവരെല്ലാം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോഴത്തേന് ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും കൂടുതൽ ഇതിലെടുക്കുന്നത്. കാർണിവലും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേന് അതൊക്കെ ഒരു ഓളാണ്. പക്ഷെ ഇതിന്റെ എന്തുമാത്രം സുരക്ഷ ഉണ്ടെന്നുള്ളത് നിങ്ങളെല്ലാം ഇത് നടത്തിപ്പുകാരും ഇത് നടത്തുന്നവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആ കുടുംബത്തിന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് റിക്കവറി ആയെങ്കിലും എത്ര നാള് കിടക്കേണ്ടി വരും. ഒരു ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു വരുമാനമായിരിക്കും ആ യുവതി എന്ന് പറയുന്നത്. തോട്ടക്കാട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അപ്പൊ അവിടുന്ന് നിങ്ങൾക്കറിയാം ഒരു നേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കുടുംബം എങ്ങനെയാണ് കഴിയുന്നുള്ള ബാക്കിയുള്ള അധികം സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ ബാക്കിയുള്ള സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ ഒരാൾ എന്നെ വിളിച്ചായിരുന്നു, പുതുപ്പള്ളി ഒരു പഞ്ചായത്ത് മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞു ശകലം ക്രിട്ടിക്കൽ സ്റ്റേജാന്ന് പറഞ്ഞു. ബാക്കി വിവരങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാൻ എന്നാലും വൈകിട്ട് അവരെ വീണ്ടും ഒന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ AB പോസിറ്റീവ് ബ്ലഡ് വേണം. അത് ഈ അവരുടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കണ്ട ഈ 2 നമ്പർ ബൈസ്റ്റാൻഡറിയാണ്. അപ്പൊ നിങ്ങളൊന്ന് അതിന് ഒരു സഹായം ചെയ്യുക. കാരണം ഈ ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ ബ്ലഡിന് വിളിക്കുമ്പോൾ മിക്കവാറും ചിലരെ വിളിക്കുമ്പോൾ ഗ്രൂപ്പ് പോലും അറിയത്തില്ല. അതൊക്കെ ഒരു നമ്മൾ ചോദിക്കുമ്പോൾ അത് തഴാൻ മടി ഉണ്ടായിട്ടാണെന്ന് പറയത്തില്ല. ഞാനൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയി ഞാൻ ബ്ലഡ് കൊടുത്ത് 1 മാസമൊക്കെ 2 പ്രാവശ്യം എന്നെ ഡോക്ടർ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് കൊടുക്കുന്നതിനെ പറ്റി. നമുക്ക് എപ്പോഴും നല്ലതാണ്, പക്ഷെ അതിനെപ്പറ്റിയുള്ള ഒരു ബോധവൽക്കരണം ഇപ്പോഴും നമ്മുടെ ജനങ്ങളുടെ ഇടയിലായിട്ടില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സഹായിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള ആഘോഷ പരിപാടികൾ, കാർണിവൽ എന്ന് പറഞ്ഞ പരിപാടികൾ എനിക്ക് തോന്നുന്ന പാടെ ഒഴിവാക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം സുരക്ഷ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മറ്റുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിൽ പോയിട്ട് വരുന്നത് ഇതൊക്കെ മുകളിൽ വെച്ചൊക്കെയാണ് സംഭവിക്കുന്നെങ്കിൽ ആ ജീവൻ തന്നെ അപകടത്തിലാകത്തില്ലേ. അപ്പൊ ഇതിനുള്ള മുൻകരുതലൊക്കെ പോലീസ് അധികാരിയുടെ ഭാഗത്തു നിന്നും ഈ ഗാനമേളകളൊക്കെ 10 മണിക്ക് പോയി ഓടിച്ചെന്ന് നിർത്തുന്ന നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.